ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫോണിലോട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല, വളരെ ചെറിയ ചെറിയ ഷോപ്പിംഗ്. പിന്നെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആവുമായിരിക്കും എത്തുമ്പോൾ. ഇപ്പം 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. വെയിലായതുകൊണ്ട് അവളെ ഇറക്കിക്കൊണ്ട് ആ ചോടി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ കൊടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ കൊടുക്കുന്നതായിരുന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് കുഞ്ഞുവാവയ്ക്ക് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടൊരു ഡ്രസ്സ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതും വാങ്ങി നമ്മൾ ഇതുവരെ അയച്ചിട്ടില്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് തുറന്നുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ അത് കൊറിയർ അയക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ഉടുപ്പും കൂടി കൊടുക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ അത് പാക്ക് ചെയ്യാതെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആവക്കുട്ടിക്കും മേടിക്കുന്നുണ്ട്. ആവക്കുട്ടിയുടെ പഴയ ഉടുപ്പൊക്കെ ചെറുതായിപ്പോയി. അപ്പോൾ ആവക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിക്കണം. തുറക്കാവോ? അവളെ പിടിച്ചോണേ. അപ്പം കൈ ഫ്രീ ഇല്ലല്ലോ മാഷേ, ദുഷ്ട. ഔട്ടി എവിടെ പോവാ? ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ഇതായിട്ടിരിക്കുന്നു. ഔട്ടി എവിടെ പോവാ? ടാറ്റോട്ട് റൂട്ടിട്ട് പോവാണ്. എങ്ങോട്ട് പോയതില്ല, ഇവിടെ നീക്കിയിട്ടതായിരിക്കും. തല ഇടിച്ചേക്കുന്നുണ്ട്, തല ഇടിച്ചതിന്റെ പാടുകൾ. ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല, പിന്നെ എങ്ങനെ തല ഇടിക്കായിരിക്കും? നമുക്ക് ഓടുന്നതിന് ഒരു പരിധി അതിനകത്തൊട്ടു, അതിനകത്തിട്ടു ഇല്ലേ? ഈ വരുവാണോ? എന്നെ വേണ്ടല്ലോ. മാറിയ സീറ്റ് ബെൽറ്റ് ഇടട്ടെ. ഓ, എന്തോ കണ്ടിട്ട് പടഞ്ഞോ? ഇപ്പോഴും അടഞ്ഞില്ലേ? അടഞ്ഞ വണ്ടി സഹിതം കുലിഞ്ഞ് പറഞ്ഞിളകി. ഇപ്പൊ ഞങ്ങൾ ഇവളുടെ കുറച്ച് വ്ളോഗിങ് ഉണ്ട്. പറ. ഹായ് എന്ന് പറഞ്ഞില്ലാടും. ഹലോ പറഞ്ഞ. ഹലോ. അമ്മയുടെ പൊന്നാരാ? വീഡിയോ എടുക്കാൻ മാത്രം പറയില്ല. അമ്മയുടെ പൊന്നാരാ? അത് കേട്ടാ മതി അമ്മയ്ക്ക്. അച്ചാച്ചന്റെ പൊന്നാരാ? അമ്മമ്മയുടെ പൊന്നാരാ? ഞാൻ നന്നു പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിനക്ക്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും പോയിട്ട് കേട്ടാ. ഊട്ടി ഇവിടെ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിസ്മസ് ട്രീ അവിടുന്ന് മേടിച്ചു. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഓരോരുത്തർക്കുള്ളതും ഓരോ കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം അത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓരോരുത്തർക്ക് മേടിച്ചിരിക്കുന്നതും ഓരോ കടയിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മേടിച്ചില്ല, എനിക്ക് മേടിക്കാൻ വേണ്ടി. അപ്പൂട്ടന് വിശക്കാൻ തുടങ്ങി, അപ്പൂട്ടൻ ഉറക്കാൻ വരാൻ തുടങ്ങി, അപ്പൂട്ടൻ ടെററായി, അപ്പൂട്ടൻ എൻ്റെ കൂടെ വരുന്നില്ല. നമ്മളിപ്പോൾ കട്ടപ്പനയിലുള്ള സകലമാന കടകളും അരിച്ചു പെറുക്കിയിരിക്കുകയാണ്. എന്നിട്ടും എല്ലാവർക്കും ഉള്ളത് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അവിടുന്ന് കണയങ്കോലിൽ നിന്ന് മമ്മി ഔട്ടിക്ക് ഡ്രസ്സ് മേടിക്കും. എല്ലായിടത്തും ഒരു ചുമലമയം. ചേട്ടൻ അങ്ങനെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഇവർക്ക് ഈ ഉടുപ്പ് ഇതിൻ്റെ മേളിലിടണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. ഈ ഉടുപ്പല്ലായിരുന്നു, നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഒരു കുട്ടിക്ക് കുഞ്ഞിന് ഡ്രസ്സ് കൊടുക്കുന്നതിന് പറഞ്ഞില്ല. അപ്പോൾ ആ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രിസ്മസിൻ്റെ ഒരു റെഡ് കളർ ഉടുപ്പ് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അത് ഇവക്ക് വേണം, ഭയങ്കര നിർബന്ധം. അപ്പോൾ ഇവക്ക് പകരം വേറൊരു ഉടുപ്പ് എടുത്ത് കൊടുത്തതാണ്. ഇതാണ് ഞങ്ങൾ ആവക്കുട്ടിക്ക് മേടിച്ച ക്രിസ്മസ് ഉടുപ്പ്. കൊള്ളാമോ? പിന്നെ നമ്മുടെ ആദ്യക്കുട്ടനും അന്നക്കുട്ടിക്കും ഒക്കെ ഉണ്ട് ഗിഫ്റ്റ്. അപ്പം അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ മേടിച്ചത്, ഇവക്ക് മേടിച്ച ഉടുപ്പ് കേട്ടോ. ഇപ്പം ഊരണോ? പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്തു. നമുക്കിന്ന് സിറ്റി കരോളുണ്ട് തോപ്രാങ്കുടിയിൽ. അപ്പം
അതിനിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു വൈറ്റ് ടീഷർട്ട് എടുത്തു. പിന്നെന്താ, ഇപ്പം നമ്മുടെ കുഞ്ഞിന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഒരു സെലോ ടേപ്പ് മേടിക്കാൻ വേണ്ടി അച്ഛൻ കടയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ടേപ്പില്ല. കുറേ ദിവസമായി നമ്മൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഓട്ടപ്പാച്ചിലായിരുന്നു കാരണം നമുക്ക് അയച്ചു കൊടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പം നമ്മുടെ ഷോപ്പിങ് എല്ലാവർക്കും, അതായത് മേടിച്ചത് അത്രയും എത്ര സാധനം മേടിച്ചോ അത്രയും ഓരോരോ കടകളിൽ നിന്നാണ് മേടിച്ചോട്ടോ. ഉണ്ടോ ഇനി ഇട്ട് കൊടുക്കണം. അവൾ എന്നെ കൊണ്ട് വാശി പിടിപ്പിച്ച് അവൾ ആ ഉടുപ്പ് അതിൻ്റെ മേളിൽ കൂടി ഇട്ടു. അപ്പുട്ടിയേ എന്നാടാ ഇനി ഇത് ഊരിയില്ലായിരുന്നു എൻ്റെ ദൈവമേ. ഇന്നലെ അവൾ നല്ലപോലെ ഒന്ന് വീണു. അതായത് അവളുടെ കയ്യിൽ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. ആ ഫ്ലാസ്കിനകത്ത് ശക്കലം വെള്ളം, അതായത് 2-3 തുള്ളി വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൾ ഒഴിച്ചിട്ട് അതിനകത്ത് തെറ്റി വീണു. ഭയങ്കരമായിട്ടും അത് നിന്ന നിപ്പിൽ പുറകോട്ട് പോയി തലയടിച്ചു. അപ്പം അങ്ങനെ ഞാൻ എടുത്ത് കളഞ്ഞോളാം. എൻ്റെ പൊന്നോ, നല്ലതാണോ ചോദിച്ചത് ക്രിസ്മസ് ഉടുപ്പ്? ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും അവൾക്ക് വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം ഇടിയിപ്പിക്കും നമ്മളെ കൊണ്ട്. അത് ഇടിയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര വഴക്ക് ബഹളമൊക്കെയാണ്. എൻ്റെ പോയിരിക്കുന്നു. ഭയങ്കര സന്തോഷമായി അത് ഇടിയിപ്പിച്ചപ്പോൾ. ഇതെന്തിനാ നിനക്ക്? അത് വേണമെന്നുണ്ടോ? ഇല്ല, പോകുമ്പോൾ മേടിച്ചിട്ടോ അങ്ങനെ ചെയ്താലോ? മേടിച്ചിട്ട് അതായത് അയക്കാൻ വേണ്ടി പോകുമ്പോൾ സെല്ലോട്ടിപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിൽ പോകാനുള്ള പാക്കിങ്ങൊക്കെയാണ്. ട്രോളിയൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചു. ഇവിടെ എല്ലാം ഇച്ചിരി അലങ്കോലമായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തർക്കും ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവർക്കും ആയിട്ട് അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അത് എത്രത്തോളം ഇഷ്ടമാവും എത്രത്തോളം ഇഷ്ടമാകും എന്നുള്ള കാര്യം അറിയില്ലല്ലോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം ഉദ്യമത്തിന് മുതിരാഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഓക്കെ എന്തായാലും എടുക്കാം. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാവോ ഇല്ലെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് വീട്ടിൽ നിന്നിട്ട് നോക്കാം. എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാനേ. ഒന്നൂടെ എന്നത് ഞാൻ ഓർത്ത് നിങ്ങളെന്തോ അങ്ങോട്ട് നാടാ. നിങ്ങൾ ഭയങ്കര പ്രൊഡിക്ഷന്റെ ആൾക്കാർ, നിങ്ങൾ ഭയങ്കര ടീമുകളാണല്ലേ. ആണോ? കൊടുത്തു നോക്കിട്ട് കൊടുക്കണേ. മമ്മി എല്ലാരും അങ്ങ് നേരന്ന് നിന്ന്. ഇല്ല, അതെല്ലാം കൂടി ഇന്നത്താക്കിയതാ ഞാൻ സെപ്പറേറ്റ്. അത് ആരും നോക്കണേ. അപ്പൊ പൊട്ടിച്ചു നോക്ക്. ഇച്ചിരി മണ്ട എല്ലാവർക്കും എല്ലാം ഇഷ്ടാവോന്നൊന്ന്. സെക്കൻഡ് എന്റെ ആദിക്കുഞ്ഞ് എന്തേ? അയ്യോ ആദിക്കുട്ട്. ഓ അതൊന്നുമില്ല, ചെറിയൊരു സാധനം. എന്തേലും ഒന്ന് എടുക്കണമല്ലോ തോന്നുന്നു. ഹാപ്പി ക്രിസ്മസ്. അയ്യോ എന്റെ ചുന്ദരിയുടെ എന്റെ ചക്കരക്കൂട്ടൻ നിരനിരയായിട്ട് പൊട്ടിക്കുവാണ്. ഇല്ല, ഒരു ഓർഡർ ചേട്ടാ ഇപ്പൊ ഇട്ടേക്കുന്ന പോലത്തെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. വെറും സിമ്പിൾ ആയിട്ടുള്ള സാധനം. കാരണം ഈ സാധനം അതിന്റെ പുറകിലൊരു പുലികളിയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുവോ അതൊന്നും അറിയത്തില്ല. അത് ഓർത്തിട്ടാ മേടിച്ച കേട്ടോ. ആ തിരിച്ചു മീഡിയവാ. അച്ചിട്ട് നോക്കി. ആണോ?
ആണോ? അടിപൊളിയാണോ ആദിക്കുട്ടൻ? അടിപൊളിയാ? സൂപ്പറാണോ? ഇവിടെ നിന്ന് തന്നെ വസ്ത്രാക്ഷേപം നടത്തുവാട്ടോ. ബേബിയുടെ പൊട്ടിച്ചില്ലല്ലോടാ. ആ ബേബി പൊട്ടിച്ചില്ല. വെളിവില്ലാതെ നിൽക്കണോ? എന്റെ പൊന്നോ, ഇവക്ക് ഇത് സെയിം എടുക്കാൻ നോക്കി. ഇപ്പൊ ഈ ഒരൊറ്റ കളറേ ഉള്ളു ഇതേ. അതുകൊണ്ട് ഇതിന്റെ വേറൊരു കളർ എടുത്ത് ഇച്ചിരി വലുതാ. പക്ഷെ ഓക്കെ ആണോ? കറക്റ്റ് ആണോ? ഓക്കെ ആണോ? അടിപൊളിയാണോ? കൊച്ചിന് ഇഷ്ടായോ? ഇഷ്ടായോ? മമ്മി ഇപ്പൊ ഓടിക്കൂന്നാ മമ്മി പറഞ്ഞ സാരിയാണെങ്കിൽ. അമ്മയ്ക്ക് ഇഷ്ടം സാധനം ഇഷ്ടപ്പെടാ. ഇത് മേടിച്ചത് എന്നത്തിനാ? മേടിച്ചതാണ് അമ്മയ്ക്ക് പ്രശ്നം. അമ്മ കാണുന്നതിന് മുന്നേ പറഞ്ഞു സാരി ആണെങ്കിൽ അതെ 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 അതെ. ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് അച്ചയുടെ സെലക്ഷനാണ്. അല്ല കുറവില്ലല്ലോ അല്ലേ? ആണോ? ഞാൻ വീഡിയോ മുഴുവനും കണ്ടു നോക്കി. അപ്പൊ നോക്കിയപ്പോ എല്ലാം ഇങ്ങനെ വലിയ കൈയുള്ളതൊക്കെ ഇട്ടേക്കുന്ന മൊത്തം. അപ്പൊ അങ്ങനെ കണ്ടു നോക്കി മേടിച്ചു. കുഴപ്പമില്ല. ആ അതെ അല്ലേ, അച്ഛ പറഞ്ഞതാ ലാർജ് എടുക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഒത്തിരി വണ്ണം കൂടുതൽ. അതിന്റെ ഡബിൾ എക്സൽ ഞാൻ ആദ്യം മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ലാർജ് ഉണ്ടായിട്ട് നമ്മൾ എക്സൽ എടുത്തു. ആദ്യ കുഞ്ഞെ ഇഷ്ടപ്പെട്ടോ? അതിന് എല്ലാവർക്കും കൂടെ ഇതുവരെ മേടിച്ചിട്ടില്ല. എല്ലാവർക്കും കൂടെ ആദ്യമായിട്ടല്ലേ മേടിക്കുന്നത്. സൂപ്പറാണോ? കൊച്ചിന്റെ ഉപ്പ് സൂപ്പറാണോ? കൊച്ചി ഇട്ട് നോച്ചിച്ച് ഇവിടെ ആദിക്കുട്ടൻ. ആദിക്കുട്ടൻ ഇവിടെ റെഡി. മസിലൊന്ന് കാണിച്ചേ, മസിലൊന്ന് കാണിച്ചേ. ഓ എന്നാ മസിലാണോ എന്റെ കർത്താവേ, എന്റെ കൊച്ചിന്. അത് കറക്റ്റാ. അത് പറിച്ചെടുക്കണോന്ന് ഇപ്പൊ നമുക്കേ ഒരു കുത്തു കൊള്ളാൻ പോവാ. ഇവിടെ സ്റ്റിക്കടിച്ചു ചക്കരേ. നമ്മൾ 4 ചെറുപ്പക്കാര് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? ആദ്യകൂട്ടനാണ് പൊക്കി പിടിച്ചത്. ഈ ഒന്ന് വീടാൻ തുടങ്ങും. ഹലോ, അപ്പം നമ്മുടെ ഒരു സർപ്രൈസ് ക്രിസ്മസ് ഗിഫ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? ആരാ? അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. നമുക്കറിയില്ല, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര സന്തോഷം. ഇഷ്ടമായി എന്നല്ലേ പറയുള്ളൂ. ആയാലും പിന്നെ നമ്മളാണേ പറയൂ. അതാരത്? മസിൽമാൻ വന്ന് ഒളിഞ്ഞു നോക്കി. ചേട്ടായി അല്ലേ? പിന്നെ ഈ സൈഡിൽ കൂടെ കണ്ടു. ഇതാ ഇപ്പോഴും കാണാം. എന്താ എനിക്ക് അഞ്ച് ഒളിഞ്ഞു നോക്കുക. അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അല്ലേ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താണ്, നല്ലൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.